സങ്കീർത്തനം 139 വാക്യം 13, 14. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ശരിക്കും ഇത് കേവലം വാക്കുകളല്ലല്ലോ, ഒരു വെളിപാട് പോലെയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ആ എന്നെ മെടഞ്ഞു എന്ന പ്രയോഗം അല്ലേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മെടയുക എന്നത് ഒരു ഫാക്ടറിയിലെ ഉൽപ്പാദനം പോലെയല്ല. അതെ, ഒരു അസംബ്ലി ലൈനല്ല. അല്ല, അതിൽ ശരിക്കും ഒരു ശ്രദ്ധയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഓരോ കണ്ണിയും ഓരോ നൂലും വളരെ സൂക്ഷ്മമായി അതിന്റെ സ്ഥാനത്ത് ചേർത്ത് വെക്കുകയാണ്. അമ്മയുടെ ഉദരത്തിലെ ആ ഒരു മറവിൽ വെച്ച് നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിനും എത്രയോ മുൻപ്. അതെ, ആരും കാണാതെ ദൈവം നമ്മുടെ സത്തയെ, നമ്മുടെ ഹൃദയം, മനസ്സ്, ആത്മാവ് അതിനെയെല്ലാം സ്നേഹത്തോടെ രൂപപ്പെടുത്തുകയായിരുന്നു. ശരിക്കും ഒരു കലാകാരന്റെ ശ്രദ്ധയോടെ. അപ്പോ ഇത് ദൂരെ നിന്നെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമല്ല, വളരെ അടുത്തുവന്ന് വ്യക്തിപരമായി ഇടപെട്ട് ഒരു ശില്പി തന്റെ ശില്പത്തിൽ പണിയെടുക്കുന്നത് പോലെ നമ്മളെ ഉണ്ടാക്കിയ ഒരു ദൈവം. അപ്പോൾ നമ്മൾ ആരും ഒരു യാദൃച്ഛികതയല്ല. തീർച്ചയായും അല്ലേ? നിങ്ങളൊരു ആഫ്റ്റർ തോട്ടല്ല, ഒരു അബദ്ധത്തിൽ സംഭവിച്ചതല്ല. നിങ്ങൾ പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മാസ്റ്റർ പീസാണ്.